കുരുക്ഷേത്ര യാത്രയിലൂടെയാണല്ലോ നാം ഇന്ന്. ഭീഷ്മക്കുണ്ട് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് യാത്ര തിരിച്ചു. എൻ്റെ ലക്ഷ്യം ജ്യോതിസറാണ്. ഭഗവത്ഗീതയുടെ ഉത്ഭവസ്ഥലമായ ജ്യോതിസർ. പോകുന്ന വഴി കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി കാണാനിടയായി. ഞങ്ങൾ മുന്നോട്ട് യാത്ര തിരിച്ചു. ജ്യോതിസറിൻ്റെ പ്രധാന കവാടത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. മനോഹരമായ വെണ്ണക്കൽ പ്രതിമ പോലെ തോന്നിച്ചു ആ കവാടം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതാ ഉപദേശം നൽകുന്നവർ വിശ്വസിക്കുന്ന സ്ഥലമാണിത്. അതിസുന്ദരമായി പരിപാലിച്ചിരിക്കുന്ന മനോഹരമായ സ്ഥലമാണ്. പുറകിൽ കാണുന്ന ആൽമരത്തിൻ്റെ താഴെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഗീതാ ഉപദേശം അർജുനന് നൽകിയത്. പടിക്കെട്ടുകൾ നടന്ന് ഞാൻ എത്തിച്ചേർന്നത് ശിവക്ഷേത്രത്തിലാണ്. ഇടതുവശത്തായി ഒരു ആൽമരത്തിന്റെ താഴെയുള്ള ഒരു ശിവലിംഗ പ്രതിമയാണ് പ്രാചീന ശിവക്ഷേത്രം എന്ന രീതിയിൽ അവിടെ എഴുതി കണ്ടത്. ഞാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു ഹനുമാൻ ക്ഷേത്രവും ഇതിനോട് അനുബന്ധമായുണ്ട്. കുറെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഗീതാക്ഷേത്രവും കാണാം. ഇവിടെ എത്തിയപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മഴയെ അവഗണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. നേരെ മുന്നിൽ കാണുന്ന ആ ആൽമരമാണ് എൻ്റെ ലക്ഷ്യം. ആൽമരത്തിൻ്റെ ഇടതുവശത്തായി ഒരു മനോഹരമായ തടാകമാണ്. ഞാൻ മുന്നിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. പടിക്കെട്ടുകൾ കടന്ന് മുകളിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. സുന്ദരമായ ശാന്തമായ ഒരു പ്രദേശമാണിത്. പ്രകൃതിയും നമ്മളും മാത്രമായി തീരുന്ന അതിസുന്ദരമായ അനുഭൂതി. സർവഗ്രന്ഥങ്ങളുടെയും മാതാവാണ് ഭഗവത്ഗീത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹതാശനായ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീത. എല്ലാ രഹസ്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. അനേകായിരം ഭാഷ്യങ്ങൾ, വിവർത്തനങ്ങൾ ഭഗവത്ഗീതയുടെയായിട്ടുണ്ട്. ഈ പ്രദേശം, ഈ ആൽമരത്തിന്റെ താഴെ ശ്രീകൃഷ്ണൻ തൻ്റെ ശിഷ്യനായ അർജുനനു വേണ്ടി ഉപദേശിച്ച ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു അച്ചാണ്. ഏതൊരു സാഹചര്യവും ഭഗവത്ഗീതയുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഭഗവത്ഗീതയിലുണ്ടെന്നാണ് വിശ്വാസം. ബാലഗംഗാധര തിലകിൻ്റെ ഗീതാഭാഷ്യം വായിച്ചിട്ടുള്ളതിനാൽ അത് ഓർത്തുകൊണ്ട് ഞാൻ മുന്നിലേക്ക് നടന്നു. തേര് ശരീരമാകുന്നു, കുതിരകൾ പഞ്ചേന്ദ്രിയങ്ങളും. അർജുനൻ ആത്മാവും കൃഷ്ണൻ പരമാത്മാവും. കടിഞ്ഞാൺ നമ്മുടെ ഇമോഷൻസ് ആണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന അത്യാവശ്യ ഘടകം എന്ന് കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തേരിനെ സംരക്ഷിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഹനുമാൻ കർമ്മത്തിൻ്റെ പ്രതീകവും. കർമ്മം മാത്രമാണ് ജീവിത വിജയത്തിൻ്റെ ആത്യന്തികമായ വഴി എന്ന് കൃഷ്ണൻ നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. കുറെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കൃഷ്ണന്റെ വിരാട് രൂപ ദർശനം കാണാറായി. കൃഷ്ണന്റെ അറിവിന്റെ മുന്നിൽ ഒരു ഉറുമ്പിനെ പോലെയായ അർജുനൻ. അതാണല്ലോ വിരാട് രൂപത്തിന്റെ പ്രതീകാത്മക രഹസ്യം. ദേവനും ദാനവനും മനുഷ്യനും മൃഗങ്ങളും സർവചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന വിരാട് രൂപം. എല്ലാവരുടെയും അറിവ് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഭഗവാനിലും ഇഴുകിച്ചേർന്നിരിക്കുന്നതായി അർജുനൻ അനുഭവപ്പെട്ടപ്പോഴാണല്ലോ അർജുനന്റെ മുന്നിൽ കൃഷ്ണൻ വിരാട് രൂപ ദർശനത്തിലേക്ക് എത്തിയത്. ദിവി ദിവി സൂര്യകോടി സഹസ്രപ്രഭ. 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടി ഉദിച്ചുയർന്ന കൃഷ്ണൻ. വിചാരത്തിന്റെ ഉത്തംഗ ശ്രേണിയിലുള്ള കൃഷ്ണഭഗവാൻ. വിദേശ സർവകലാശാലകളിൽ ഭഗവത്ഗീത ഒരു പഠന വിഷയമാണ്. എന്നാൽ അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ഭാരതത്തിൽ അങ്ങനെയൊരു സർവകലാശാലയിൽ ഗീതാഭാഷ്യം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്.
അതിനെക്കുറിച്ച് അറിവുള്ളവർ കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഞാൻ പതിയെ തടാകത്തിന്റെ മറുകരയിലേക്ക് നടന്നു. അങ്ങകലെയായി വിരാട് രൂപവും ജ്യോതിസാറിന്റെ കവാടവും കാണാം. രാത്രി കാലങ്ങളിൽ ഇവിടെ ലേസർ ഷോ നടത്താറുണ്ട്. അവിടുത്തെ ജീവനക്കാരിൽ നിന്നും അറിയാനിടയായത് മഴയായതുകൊണ്ട് ലേസർ ഷോ സാധ്യത കുറവാണ്. ഞാൻ തിരിച്ച് കവാടത്തിലേക്ക് നടന്നു. എന്നോട് ചേർന്നുള്ള ഒരു ഗീതാമന്ദിരമാണ് ഇപ്പോൾ കാണുന്നത്. ഗീതാമന്ദിരമാണ്. ശങ്കരാചാര്യരുടെ ഒരു ക്ഷേത്രം ഇതിനോടനുബന്ധമായിട്ടുണ്ട്. ഭാരതത്തിന്റെ ആത്മാവ് ഭഗവത്ഗീതയിലാണെന്ന് പറയാറുണ്ട്. എല്ലാ മതങ്ങളെയും ഒന്നെന്ന് കരുതാൻ കഴിയുന്ന സനാതന ധർമ്മത്തിന്റെ കാതലായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഭഗവത്ഗീത. ഏതൊന്നിനെയും അംഗീകരിക്കുന്ന ഉത്തമമായ മാതൃക. നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ സ്മരിക്കുന്നുവോ ഞാൻ ആ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കോളാം എന്നാണല്ലോ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അരുളി ചെയ്തത്. അത് ഓർത്തുകൊണ്ട് ഞാൻ നടന്നു. സർവചരാചരങ്ങളിലും ഈശ്വരത്വം നിറഞ്ഞു നിൽക്കുന്നു എന്ന ഉത്തമമായ അറിവ് ഭഗവത്ഗീതയുടെ കാതലായ സാരമാണല്ലോ. ആ അറിവ് നേടിക്കൊണ്ട് ഞാൻ മുന്നോട്ട് യാത്ര തിരിച്ചു. കുറെ നേരം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എത്തിച്ചേർന്നത് ബദ്രീനാഥ ക്ഷേത്രത്തിലാണ്. കുരുക്ഷേത്രത്തിലെ ബദ്രീനാഥ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും ഇവിടെ സംഗമിക്കുന്നു. ഞാൻ അകത്തേക്ക് നടന്നു. മഴ നനഞ്ഞു കിടക്കുന്ന ഇടവഴി, മനോഹരമായ ആംബിയൻസ്, കൃഷ്ണന്റെയും രാധയുടെയും ഒരു പ്രതിമയും അതിനോടൊപ്പം കാണാം. മുന്നോട്ട് നടന്നു. അതിസുന്ദരമായ ആധ്യാത്മിക സൗന്ദര്യമുള്ള ഇടം. മന്ത്രോച്ചാരണം അടുത്തടുത്ത് കേൾക്കാറായി. ഞാൻ അകത്തേക്ക് കടന്നു. രാഖി ഉത്സവമായതുകൊണ്ടാകാം വിശേഷാൽ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം ആ മന്ത്രോച്ചാരണങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഒരിക്കൽ ബദ്രീനാഥ്, ഉത്തരാഖണ്ഡിലുള്ള ബദ്രീനാഥ് ക്ഷേത്രം കാണാനുള്ള ആഗ്രഹം മനസ്സിൽ പേറിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി എൻ്റെ യാത്ര കുരുക്ഷേത്ര കൃഷ്ണ മ്യൂസിയത്തിലേക്കാണ്. അതിനോടനുബന്ധമായ പനോരമ വ്യൂവും കാണണം. ഞാൻ ഓട്ടോ ഡ്രൈവറിനോടൊപ്പം യാത്ര തിരിച്ചു. കാർഷിക വൃത്തിയാണല്ലോ ഹരിയാനയുടെ മുഖ്യ വരുമാന സ്രോതസ്. പോകുന്ന വഴിയിലാണ് ഒരു ബൃഹത്തായ നിർമ്മിതി കാണാനിടയായി. ആകാംക്ഷയോടുകൂടി ഞാൻ ഓട്ടോ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ അത് ഇസ്കോൺ നിർമ്മിക്കുന്ന പുതിയ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഏകദേശം 500 കോടി ചിലവിൽ നിർമ്മിക്കുന്ന ഈ ക്ഷേത്രം ഇസ്കോണിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യ ക്ഷേത്രത്തിന് സമീപത്തായുള്ള താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കടന്നു നിന്നു. ഭഗവാന്റെ വിഗ്രഹ ദർശനം നടത്തി പുറത്തേക്കിറങ്ങി. കൃഷ്ണഭക്തിയും ഭഗവത്ഗീതയുടെ സാരങ്ങളും പ്രചാരത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ് AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദജി ആരംഭിച്ചത്. മായാപൂർ, വെസ്റ്റ് ബംഗാളാണ് ഇതിന്റെ ആസ്ഥാനം. ഏകദേശം 140 രാജ്യങ്ങളിൽ ഇതിന്റെ ശാഖ വ്യാപിച്ചു കിടക്കുന്നു. 4 കുതിരകൾ വലിക്കുന്ന തേരിന്റെ മാതൃകയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്വാമിയുടെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ കൃഷ്ണ ഭഗവാനും അർജുനന്റെ പ്രതിമയും ഇതിനോടൊപ്പം ചേർക്കും എന്ന് അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അടുത്ത ശനിയാഴ്ചയാണ് ജന്മാഷ്ടമി. അതിൻ്റെ മുന്നോടിയായുള്ള ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തർ ആടിപ്പാടുന്നു. മനോഹരമായ നൃത്തച്ചൂടുകൾ, ഭക്തിയുടെ മാസ്മരികമായ ഭാവം.
സന്തോഷം മാത്രം. ഭക്തി, എല്ലായിടത്തും ഭക്തി, സമ്പൂർണത, ശാന്തി. ദണ്ഡ നമസ്കാരം ചെയ്ത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി അവിടെ പ്രസാദ വിതരണം ഉണ്ടായിരുന്നു. സ്നേഹപൂർവമായ അവരുടെ ക്ഷണം സ്വീകരിച്ച് പ്രസാദം കഴിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി എനിക്ക് യാത്ര പോകേണ്ടത് കൃഷ്ണ മ്യൂസിയത്തിലേക്കാണ്. അതിനോടനുബന്ധമായ പനോരമ അത് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പുറത്തേക്ക് നടന്നു.